നാരായണ 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 രാമ 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 ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം ഗോഷ്പദീകൃതവാരാശിം മശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ നിരാത്മജം അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശമക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമതാം രാക്ഷസാന്തകം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. നമോസ്തു രാമായ സ ലക്ഷ്മണായ ദേവീജ തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രിയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുൾഗണേഭ്യാം. സർവത്ര രാമനാമസങ്കീർത്തനം രാമ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാ ശ്രേഷ്ഠരായിട്ടുള്ള ഭക്തന്മാർക്കും നമസ്കാരം. വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ 373 ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സുന്ദരകാണ്ഡത്തിലെ 8ാമത്തെ സർഗം പുഷ്പക വിമാനത്തിൻ്റെ വർണ്ണനയാണ് ഈ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള പുഷ്പക വിമാനം കണ്ടു ഹനുമാൻ എന്ന് കണ്ടുവല്ലോ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ. ഹനുമാൻ അത് കണ്ട അത്ഭുത സ്തബ്ധനായിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. അതിൻ്റെ വർണ്ണനയാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കുറച്ച് കേട്ടത്. വീണ്ടും ആ പുഷ്പക വിമാനത്തിൻ്റെ മനോഹാരിത, അതിൻ്റെ കേമത്വം, അതിൻ്റെ ശ്രേഷ്ഠത എല്ലാം വർണ്ണിക്കുന്നു ഈ അധ്യായത്തിലും. വളരെ ചെറിയ അധ്യായമാണ്, 8 ശ്ലോകമുള്ള ഒരു ചെറിയ അധ്യായം. നമുക്ക് അധ്യായം ഒന്ന് പാരായണം ചെയ്യാം. അതിനുശേഷം ഇതിലെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അനുസ്മരിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ വാൽമീകി രാമായണേ സുന്ദരകാണ്ഡേ 8മഃ സർഗഃ. സദസ്യ മധ്യേ ഭവനസ്യ സംസ്ഥിതം മഹദ്വിമാനം ബഹുരത്നചിത്രിതം പ്രതപ്തജാംബൂനദജാലകൃത്രിമം ദദർശ വീര പവനാത്മജഃ കപി. തദപ്രമേയാ പ്രതികാരകൃത്രിമം കൃതം സ്വയം സാധ്വിതി വിശ്വകർമ്മണ ദിവംഗതം വായുപഥേ പ്രതിഷ്ഠിതം വിരാജതാദിത്യ പഥസ്യ ലക്ഷ്മവൽ. ന യത്തത്ര കിഞ്ചിന്ന കൃതം പ്രയത്നതോ ന തത്ര കിഞ്ചിന്ന മഹാർഘരത്നവൽ. ന തേ വിശേഷാ നിയതാ സുരേഷ്വപി ന തത്ര കിഞ്ചിന്ന മഹാവിശേഷവൽ. തപസ്സമാധാനപരാക്രമാർജിതം മനസ്സമാധാന വിചാരചാരിണം അനേക സംസ്ഥാന വിശേഷനിർമ്മിതം തതസ്വതസ്തുല്യവിശേഷദർശനം. മനസ്സമാധായതു ശീഘ്രഗാമിനം ദുരാപരം മാരുതതുല്യഗാമിനം മഹാത്മനാം പുണ്യകൃതാം മഹർധിനാം യശസ്വിനാം അഗ്രമുദാം ഇവാലയം. വിശേഷമാലംബ്യ വിശേഷസംസ്ഥിതം വിചിത്രകൂടം ബഹുകൂടമണ്ഡിതം മനോഭിരാമം ശരദിന്ദു നിർമ്മലം വിചിത്രകൂടം ശിഖരം ഗിരേര്യഥാം. വഹന്തിയം കുണ്ടലശോഭിതാനനാം മഹാശനാ വ്യോമചരാ നിശാചരാഃ നിവൃത്ത വിധ്വസ്തവിശാലലോചനാ മഹാജവാം ഭൂതഗണാ സഹസ്രശാം. വസന്തപുഷ്പോൽക്കര ചാരുദർശനം വസന്തമാസാദവികാന്തദർശനം സപുഷ്പകം തത്ര വിമാനമുത്തമം ദദർശ തദ്വാനരവീരസത്തമാ. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകീയേ ആദികാവ്യേ ചതുർവിംശതിസഹസ്രികായാം സംഹിതായാം സുന്ദരകാണ്ഡേ പുഷ്പകാനുവർണ്ണനം നാമ 8മഃ സർഗഃ. സർവത്ര രാമനാമസങ്കീർത്തനം രാമ 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 രാമ. സുന്ദരകാണ്ഡത്തിലെ 8ാമത്തെ സർഗം പുഷ്പക വിമാനത്തിൻ്റെ വർണ്ണനയാണ്. ഒരു മഹാഭവന മധ്യത്തിലാണ് പുഷ്പക വിമാനം വെച്ചിരുന്നത്.
പൂർണ്ണമായിട്ടും ഉരുക്കിയ കനകം കൊണ്ടുണ്ടാക്കിയതാണത്രേ ആ ഉത്തമവാഹനം. ആ ഉത്തമവാഹനത്തിൽ ജനനം എല്ലാം മണിരത്ന വിഭൂഷിതമാണെന്ന് പറയുന്നു. രത്നവിഭൂഷിതമാണ് അതിലത്തെ എല്ലാ നിർമ്മാണവും. ജനലായാലും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഉത്തമമായിട്ടുള്ള രത്നങ്ങളെ കൊണ്ടാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. തസ്യ മധ്യേ ഭവനസ്യ സംസ്ഥിതം, ഭവനത്തിൻ്റെ മധ്യത്തിലായിട്ട് വെച്ചിരിക്കുന്ന പുഷ്പവിമാനം മഹദ്വിമാനം ബഹുരത്നചിത്രിതം, പലവിധത്തിലെ രത്നങ്ങളാൽ നിർമ്മിക്കപ്പെട്ട മഹദ്വിമാനം. പ്രതപ്ത ജാമ്പൂനദ ജാല കൃത്രിമം ദദർശ വീര പവനാത്മജ കവി, അതാണ് വീരനായിട്ടുള്ള പവനാത്മജനായിട്ടുള്ള ഹനുമാൻ കണ്ടത്. അടുത്ത് ചെന്ന് നോക്കിയതാണ് ഹനുമാൻ. അതിൻ്റെ ഭംഗിയും അതിൻ്റെ നിർമ്മാണ ചാതുര്യതയും ഒക്കെ നോക്കി സന്തോഷിച്ചു ഹനുമാൻ. വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ടതാണ് അത്ര ആ വിമാനം. വിശ്വകർമാവിനാൽ സശ്രദ്ധ നിർമ്മിച്ച മഹാവിമാനം. അതിന് പ്രത്യേകത, ആകാശത്തിലും വായുമാർഗത്തിലൊക്കെ അത് സഞ്ചരിക്കും. അമേയങ്ങളായുള്ള കൊത്തുപണികളാണ് ഉള്ളത്. സൂര്യപഥത്തിൽ കൂടി സഞ്ചാരയോഗ്യമാണ് എന്നർത്ഥം. ചൂട് തട്ടിയാലൊന്നും യാതൊരു കേടും വരാത്ത അത്ഭുതകരമായിട്ടുള്ള കൊത്തുപണികളുള്ള ആ വിമാനം എല്ലാ വിധത്തിലും മനോഹരമായിട്ട് വിളങ്ങി എന്നൊക്കെ പറയുകയാണ്. തദപ്രമേയ പ്രതികാരകൃത്രിമം കൃതം സ്വയം സാധ്വതി വിശ്വകർമ്മണ, വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട അത്യത്ഭുതകരമായിട്ടുള്ള വിമാനം ദിവംഗതം വായുപഥേ പ്രതിഷ്ഠിതം, ആകാശത്തിൽ കൂടി സഞ്ചരിക്കും. ദിവംഗതം, അതുപോലെ തന്നെ വായുമാർഗത്തിൽ കൂടി സഞ്ചരിക്കും. വിരാജതാദിത്യ പഥസ്യ ലക്ഷ്മവൽ, ആദിത്യപഥത്തിൽ കൂടി സൂര്യപഥത്തിൽ കൂടെയും സഞ്ചരിക്കും എന്ന് പറയുകയാണ്. എന്ത് ചൂട് വന്നാലും എന്ത് കാറ്റ് വന്നാലും എത്ര പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥകൾ നേരിട്ടാലും പുഷ്പകവിമാനത്തിന് യാതൊരു കേടും വരാത്ത വിധത്തിലാണ് വിശ്വകർമാവ് അത് നിർമ്മിച്ചിട്ടുള്ളത്, രത്നങ്ങളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഏതൊരു ഭാഗം നോക്കുകയാണെങ്കിലും, വിമാനത്തിൻ്റെ ഏതൊരു ഭാഗം നോക്കുകയാണെങ്കിലും അവിടെയെല്ലാം നിർമ്മിച്ചിരിക്കുന്ന ആ വിദഗ്ധനായിട്ടുള്ള വിശ്വകർമാവിൻ്റെ അതിശ്രദ്ധ പതിഞ്ഞിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിർമ്മിച്ചിരിക്കുന്നത് അത് വളരെ ശ്രദ്ധയോടു കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ രത്നങ്ങളല്ലാതെ വേറൊരു വസ്തുവും കാണാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. അത്രമാത്രം വിശേഷമാർന്നൊരു വസ്തുവാണ് പുഷ്പവിമാനം ഇതിനെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ദേവേന്ദ്രൻ്റെ സ്വർഗലോകത്തിൽ കൂടി ഇത്തരം മഹത്തായിട്ടുള്ളൊരു വിമാനം ഇല്ല എന്ന് പറയാം. അതിമേന്മയോട് കൂടാത്ത യാതൊരു വസ്തുവും ആ വിമാനത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. എല്ലാ വസ്തുക്കളും അതിയായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള വസ്തുക്കളാണ്. തത്ര കിഞ്ചിൻ ന കൃതം പ്രയത്നതോ തത്ര കിഞ്ചിൻ ന മഹാർഹവൽ നതേ വിശേഷ നിയതാസുരേഷ്വപി ന തത്ര കിഞ്ചിൻ ന മഹാവിശേഷവൽ ന തത്ര കിഞ്ചിൻ ന കൃതം പ്രയത്നതോ, ഇതിൽ ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ളൊരു പ്രവൃത്തി വേറെ ഒരു നിർമ്മാണത്തിനും ചെയ്തിട്ടുണ്ടാവില്ല. എന്നത് അത്ര കിഞ്ചിന്ന മഹാർഹരത്നവൽ, മഹത്തായിട്ടുള്ള രത്നങ്ങളെ കൊണ്ടല്ലാതെ വേറൊരു വസ്തുക്കളെ കൊണ്ടും ആ വിമാനത്തിൽ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അതേ വിശേഷ നിയതാ സുരേഷ്വപി, സുരലോകത്തു കൂടി ദേവലോകത്തു കൂടി ഇത്രയും വിശേഷമായിട്ടുള്ള ഒരു വസ്തു കാണാനായിട്ട് സാധിക്കില്ല. എന്നത് അത്ര കിഞ്ചിൻ ന മഹാവിശേഷവൽ, അത്ര മഹാവിശേഷമത്തായിട്ടുള്ള ഒരു വസ്തുവാണ്, ഒന്നാണ് ഈ വിമാനം, പുഷ്പക വിമാനം. അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള, അതിനേക്കാൾ മേന്മയോട് കൂടിയിട്ടുള്ള യാതൊരു വസ്തുവും ദേവലോകത്ത് പോലും ലഭിക്കില്ല എന്ന് പറയുകയാണ്. അത്യുഗ്ര തപസ് കൊണ്ടാണ് അത്രേ ഇത് ലഭിച്ചത് കുബേരൻ്റെ കയ്യിൽ നിന്ന് രാവണന്. കുബേരനെ ജയിച്ചുകൊണ്ടാണ് ഇത് രാവണൻ കരസ്ഥമാക്കിയത് എന്നൊക്കെ പറയുന്നു. അത്യുഗ്രമായ തപസ് കൊണ്ടും അത്ര വേഗതയിൽ ഓടുന്നതാണ് അത്ര വിമാനം. മനോവിചാരത്തിനനുസരിച്ച് പറക്കുന്നതാണ് ഈ വിമാനം. അമൂല്യ വസ്തുക്കളെ കൊണ്ട് അതുല്യ കലാരൂപങ്ങളോട് കൂടിയിട്ടുള്ള മനോഗതിക്കനുസരിച്ച് സഞ്ചരിക്കുന്ന, ഏതൊരാൾക്കും തടുക്കാൻ കഴിയാത്ത വിധം സഞ്ചരിക്കുന്ന, കൊടുങ്കാറ്റിൻ്റെ വേഗതയുള്ള
അനശ്വര യശസ്സുള്ള ആ വിമാനം. അക്ഷയധനം സമ്പാദിച്ച് സന്തുഷ്ട മഹാശയന്മാർക്ക് മാത്രമേ അതിലിരിക്കാൻ സാധിക്കുള്ളൂ. ശ്രേഷ്ഠന്മാർക്ക് മാത്രമേ ആ വിമാനത്തിലിരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറയാം. അക്ഷയമായിട്ടുള്ള ധനം സമ്പാദിച്ചവർക്ക്, അനശ്വരമായ യശസ്സ് സമ്പാദിച്ചവർക്ക് ഒക്കെയാണ് ആ വിമാനത്തിൽ യാത്ര ചെയ്യാൻ അർഹതയുള്ളൂ എന്നെല്ലാം വർണ്ണിക്കുന്നു. തപസ്സമാധാന പരാക്രമാർജിതം. പരാക്രമം അതിശക്തമായിട്ടുള്ള തപസ്സിനാൽ ആർജിക്കപ്പെട്ടതാണ് ആ വിമാനം. മനസ്സമാധാന വിചാരചാരിണം. മനസ്സമാധാനത്തിന്, മനസ്സിൻ്റെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള, മനോവിചാരത്തിനനുസരിച്ച് പറക്കാൻ കഴിവുള്ള ആ വിമാനം. അനേക സംസ്ഥാന വിശേഷ നിർമ്മിതം. അമൂല്യ വസ്തുക്കളെ കൊണ്ട്, അതുല്യ കലാരൂപങ്ങൾ അടങ്ങിയിട്ടുള്ള ആ വിമാനം. തതസ്തുല്യ വിശേഷ ദർശനം. വളരെ വിശേഷമായ ഒരു വസ്തുവായിട്ടാണ് ഹനുമാന് തോന്നിയത്. മനസ്സമാധായത്തു ശീഘ്രഗാമിനം. മനസ്സിൻ്റെ വേഗത്തിൽ, വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള, ശീഘ്രഗാമിനം, മനോഗതിക്കനുസരിച്ച് സഞ്ചരിക്കാൻ കഴിവുള്ള വിമാനം എന്നർത്ഥം. ഒരാൾക്കും തടുക്കാൻ സാധിക്കാത്ത ശക്തിയാർജിച്ച ആ വിമാനം. ദുരാപരം മാരുതതുല്യഗാമിനം. കൊടുങ്കാറ്റിൻ്റെ വേഗതയാണത്രേ ആ വിമാനത്തിന്. മഹാത്മനാം പുണ്യകൃതാം മഹർത്തിനാം. മഹാത്മാക്കൾക്ക്, പുണ്യം ചെയ്തവർക്ക്, അനശ്വര യശസ് നേടിയവർക്ക്, അതുപോലെ തന്നെ ധാരാളം ധനമുള്ളവർ, അക്ഷയധനം സമ്പാദിച്ചവർക്കൊക്കെയാണ് ഈ പുഷ്പവിമാനത്തിൽ സഞ്ചരിക്കാനായിട്ട് സാധിക്കുള്ളൂ. മഹാത്മനാം പുണ്യകൃതാം മഹർത്തിനാം യശസ്വിനാം അഗ്ര്യം ഉദാമിവാലയം. വിശേഷമാലംബ്യ വിശേഷ സംസ്ഥിതം വിചിത്രകൂടം ബഹുകൂടമണ്ഡിതം മനോഭിരാമം ശരദിന്ദു നിർമ്മലം വിചിത്രകൂടം ശിഖരം ഗിരേര്യഥ. പിന്നെ പറയാണ്, വിചിത്രങ്ങളായിട്ടുള്ള മേൽപ്പുരക്ക് നിർമ്മിച്ചുകൊണ്ട് സവിശേഷ സ്ഥിതിയുള്ള ശരൽക്കാല പൂർണ്ണചന്ദ്ര നിലാവ് പോലെ ധവളവർണ്ണത്തിൽ പ്രകാശിക്കുന്ന, കൈലാസശൃംഗം പോലെ മനോജ്ഞമായ വലിയ ഒരു വിമാനമാണത്. വലിയ മേൽപ്പുരകളൊക്കെയുള്ള വിമാനം, വിചിത്രമായിട്ടുള്ള വിമാനമാണ്. വിശേഷമാലംബ്യ വിശേഷ സംസ്ഥിതം വിചിത്രകൂടം ബഹുകൂടമണ്ഡിതം മനോഭിരാമം ശരദിന്ദു നിർമ്മലം. ശരൽക്കാലത്തെ ചന്ദ്രൻ്റെ മനോഹാരിത പോലെ, ശരൽക്കാല പൂർണ്ണചന്ദ്ര നിലാവ് പോലെ ധവളവർണ്ണത്തിൽ കൈലാസശൃംഗം പോലെ മനോജ്ഞമാക്കിയ ആ വിമാനം, മനോജ്ഞമായിട്ടുള്ള വിമാനം. കുണ്ടലമണിഞ്ഞ് പ്രശോഭിക്കുന്ന അതിൻ്റെ ഒരു മനോഹാരിത, അനേകം ചിത്രപ്പണികളൊക്കെ ഉള്ളതും വിവിധ വർണ്ണങ്ങളോട് കൂടിയിട്ടുള്ള വികസിച്ചു നിൽക്കുന്ന വസന്ത പുഷ്പസമൂഹത്താൽ ചാരുതയോട് കൂടിയതും, കണ്ണും കരളും കവരുന്ന മധുമാസത്തേക്കാൾ മനോഹരമായിട്ടുള്ള, സ്വന്തം പ്രകാശം കൊണ്ട് ചുറ്റുമുള്ള വസ്തുക്കളെ കൂടി പ്രകാശിപ്പിക്കുന്ന കാന്തിയോടുകൂടിയ ആ പുഷ്പവിമാനം. ആ പുഷ്പവിമാനത്തെ ശ്രീ ഹനുമാൻ സമീപത്ത് ചെന്ന് നിന്നുകൊണ്ട് സകൗതുകം വീക്ഷിച്ചു എന്ന് പറയണം. എന്നിട്ട് അതിന് സാദരം വന്ദിച്ചു എന്ന് പറയണം. അത്ര സന്തോഷം, ബഹുമാനം തോന്നി ഹനുമാന് ആ പുഷ്പവിമാനം കണ്ടിട്ട്. വിശേഷമാലംബ്യ വിശേഷ സംസ്ഥിതം വിചിത്രകൂടം ബഹുകൂടമണ്ഡിതം മനോഭിരാമം ശരദിന്ദു നിർമ്മലം വിചിത്രകൂടം ശിഖരം ഗിരേര്യഥ. വഹന്തിയം കുണ്ടലശോഭിതാനന. മനോഹരമായിട്ടുള്ള ശോഭയോടുകൂടിയ മഹാശന വ്യോമചര നിശാചര. ആകാശത്തിൽ കൂടി സഞ്ചരിക്കുന്ന നിശാചരന്മാർക്കൊക്കെ യാത്ര ചെയ്യാൻ കഴിയുന്ന നിവൃത്ത വിധ്വസ്ത വിശാലലോചന. വിശാലലോചനന്മാർക്കൊക്കെ, വിശാലമായ കാഴ്ചപ്പാടുള്ളവർക്കൊക്കെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന മഹാജവ ഭൂതഗണ സഹസ്രശ. ധാരാളം ഭൂതഗണങ്ങളുടെയൊക്കെ ശില്പം കൊത്തിയുണ്ടാക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള വിമാനം. വസന്ത പുഷ്പോത്കര ചാരുദർശനം.
വസന്തമാസത്തേക്കാൾ മനോഹരമായിട്ടുള്ള ചാരുദർശനം, കാഴ്ചയ്ക്ക് ഉതകുന്നതായിട്ടുള്ള ആ വിമാനം, അത്ര മനോഹരമാണ് ആ വിമാനം എന്നർത്ഥം. വസന്തമാസാദവി കാന്തദർശനം, വസന്തമാസത്തേക്കാൾ വളരെയധികം ദർശനത്തിന് സുഖം തരുന്ന സപുഷ്പകം, ആ പുഷ്പകം എന്ന വിമാനം, ഉത്തമമായിട്ടുള്ള വിമാനം. സപുഷ്പകം തത്ര വിമാനമുത്തമം ദദർശ തത് വാനരവീരസത്തമ, അത് കണ്ടുകൊണ്ട് ആ വാനരവീരനായിട്ടുള്ള സത്തമനായിട്ടുള്ള ഹനുമാൻ അങ്ങനെ നോക്കി നിന്നു, ആ പുഷ്പക വിമാനത്തെ വന്ദിച്ചു എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം സമർപ്പിച്ചത്. ചെറിയ അധ്യായമാണ്. പുഷ്പക വിമാനത്തിൻ്റെ വർണ്ണന, മഹത്തായിട്ടുള്ള പുഷ്പക വിമാനത്തെ ഹനുമാൻ വന്ദിച്ചു എന്ന് പറയുന്നു. ശ്രേഷ്ഠമായിട്ടുള്ള ആ വിമാനത്തിൻ്റെ വർണ്ണനയാണ് ഈ അധ്യായത്തിൽ തന്നത്. അങ്ങനെ വീണ്ടും വീണ്ടും കാഴ്ചകളെ കണ്ടുകൊണ്ട് രാവണൻ്റെ അന്തഃപുരത്തിലേക്ക് പ്രവേശിച്ചു ഹനുമാൻ. അന്തഃപുരത്തിൻ്റെ ഓരോ വർണ്ണനയാണ് അടുത്ത അധ്യായത്തിൽ തരുന്നത്. എങ്ങും ധാരാളം മതാലസകരായിട്ടുള്ള സ്ത്രീകൾ, മനോഹരങ്ങളായിട്ടുള്ള സ്തൂപങ്ങൾ, മനോഹരങ്ങളായിട്ടുള്ള അലങ്കാരങ്ങൾ, എത്രയാ ധനം ചിലവാക്കിയിരിക്കുന്നത് രാവണൻ എന്ന് അറിയില്ല. അത്രയധികം അലങ്കരിക്കപ്പെട്ട രാവണൻ്റെ അന്തഃപുരം, അത് അവിടെയെല്ലാം നടന്നു കണ്ടു ഹനുമാൻ എന്ന് പറയണം. അവിടെ എല്ലാം നടന്നു നോക്കി അന്വേഷിച്ചുവെങ്കിലും സീതാദേവിയെ കാണാനായിട്ട് സാധിച്ചില്ല എന്നുള്ളൊരു ദുഃഖം. പുനശ്ച സോ അചിന്തയഥാർത്ഥരൂപോ ധ്രുവം വിശിഷ്ട ഗുണതോ ഹി സീത അഥായമസ്യാം കൃതവാൻ മഹാത്മാ ലങ്കേശ്വര കഷ്ടമനാര്യകർമ്മ. ലങ്കേശ്വരന് രാവണൻ ചെയ്ത പ്രവൃത്തികളിലെ ആ കഷ്ടത, എത്ര അമൂല്യമായ രത്നമാണ് സീതാദേവി എന്ന് മനസ്സിലാക്കാതെ, ലങ്കേശ്വരൻ അതിനെപ്പറ്റി ആലോചിക്കാതെ, സീതയുടെ മഹത്വത്തെപ്പറ്റി ചിന്തിക്കാതെ ചെയ്ത നീചകർമ്മമാണ് സീതാദേവി അപഹരിച്ചു എന്നുള്ളത് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തനിക്ക് ഇതുവരെ കാണാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നുള്ള ദുഃഖത്തോടുകൂടി ഹനുമാൻ്റെ ഹൃദയം വീണ്ടും മന്ത്രിച്ചു എന്ന് പറയാണ്. ഈ ശ്രീരാമചന്ദ്രൻ്റെ സഹധർമ്മിണിയും ഭർത്താവിൻ്റെ സമീപത്തിലിരുന്ന് സന്തോഷിക്കേണ്ടതുമായിട്ടുള്ള സീതാദേവിയെ ഈ രാവണൻ ഇങ്ങനെ ജയിലിലടച്ചുവല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഹനുമാൻ ദുഃഖിച്ചു. എന്നിങ്ങനെ കണ്ടുപിടിച്ചാൽ തന്നെയാണ് ഇവൻ്റെ ജന്മം സഫലമായി തീരുള്ളൂ എന്നെല്ലാം ഹനുമാൻ ചിന്തിക്കുന്ന ഭാഗമൊക്കെ വർണ്ണിക്കുന്നു 9-ാം സർഗത്തിൽ. 9-ാം സർഗം പാരായണം ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ, രാവണൻ്റെ അന്തഃപുരത്തിൽ കണ്ട കാഴ്ചകളും ഹനുമാൻ്റെ ചിന്തകളൊക്കെ വർണ്ണിക്കുന്നതും ഒക്കെ കേൾക്കാം. എല്ലാം ഭഗവത് പാദങ്ങൾ സമർപ്പിക്കണം. എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു. സർവത്ര രാമനാമ സങ്കീർത്തനം. രാമ 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 രാമ.